നമുക്കിനി ഒരു പ്രോഗ്രാമിൽ തന്നെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ചെയ്ത് നോക്കാം. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു വെബ് ഫോം ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നിന്നെങ്കിൽ വെബ് ഫോം എടുക്കുക, അല്ലെങ്കിൽ ആഡ് ന്യൂ ഐറ്റം കൊടുത്തിട്ട് വെബ് ഫോം എടുക്കാം. പുതിയൊരു വെബ് ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് 2 ലേബൽ വേണം, 2 ടെക്സ്റ്റ് ബോക്സ് വേണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് നമ്പർ കൊടുക്കാനായിട്ട് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടെക്സ്റ്റ് ബോക്സ് വേണം, വേറൊരു ലേബലും വേണം. ഇനി നമുക്ക് 4 ബട്ടൺ വേണം. ആദ്യത്തെ ബട്ടൺ ഞാൻ സം കാണാൻ വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. രണ്ടാമത്തെ ബട്ടൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. നാലാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഡിവിഷന് വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ലേബലിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലേബിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ അതിൻ്റെ അത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്, അത് നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കോഡ് എഴുതണം. സമ്മിൻ്റെ ഒരെണ്ണം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സെയിം കോഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ 4 ബട്ടൺ യൂസ് ചെയ്യുന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബോക്സ് 3 ഡോട്ട് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബോക്സ് 3-ക്കകത്താണ് നമുക്ക് ടെക്സ്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബോക്സ് 1-ലുള്ളതിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറിലോട്ട് മാറ്റണം. .2 × 32 ഓഫ് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് പ്ലസ് convert .2 × 32 ഓഫ് ടെക്സ്റ്റ് ബോക്സ് 2 ഡോട്ട് ടെക്സ്റ്റ്. എന്നിട്ട് കൺവേർട്ട് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് 1-ലും 2-ലും ഉള്ള സ്ട്രിങ് ആയിട്ട് ആയിരിക്കും വാല്യൂ റീഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 1, 2 അല്ലെങ്കിൽ ഏത് നമ്പർ കൊടുത്തെന്ന് പറഞ്ഞാലും അതിനെ സ്ട്രിങ് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്പറിലോട്ട് മാറ്റി, അതിന് ശേഷം ആഡ് ചെയ്തു. എന്നിട്ട് ആ റിസൾട്ടിനെ നമുക്ക് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സ് 3-ക്കകത്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതാണ് കോഡ്. ഇപ്പം നമ്മൾ ബട്ടൺ 1 ക്ലിക്ക് ആ ഇവൻറ്റിൽ എഴുതി. ബട്ടൺ 1 എന്ന് പറയുന്നത് സമ്മിൻ്റെ ആയിരുന്നു, അതിനകത്ത് സമ്മിനുള്ള കോഡ് എഴുതി. ഇനി നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്ന ബട്ടനകത്താണ് ഡിഫറൻസിൻ്റെ കോഡ് എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഡിഫറൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പം ബട്ടൺ 2 ക്ലിക്ക് ഇവൻറ്റ് വന്നു. അതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഡിഫറൻസ് കാണാനായിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള കോഡ് എഴുതണം. അതിന് വേണ്ടിയിട്ട്
ഈ സെയിം കോഡ് തന്നെയാണ്. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് ആയതുകൊണ്ട് പ്ലസിന് പകരം മൈനസ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്, അതിനും സെയിം കോഡ് തന്നെയാണ്, സിമ്പലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് സ്റ്റാർ. ഇനി ഡിവിഷനും ഇതുപോലെ തന്നെ സെയിം കോഡ്. ഡിവിഷൻ്റെ സിമ്പൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആദ്യത്തേനകത്ത് 2 എന്ന് കൊടുത്തു, രണ്ടാമത്തേനകത്ത് 4 എന്നും കൊടുത്തു. ഇനി ഞാൻ സം കണ്ടുപിടിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം 4ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് 6 വന്നു. ഇനി എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ആണ് വേണ്ടതെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. 2-നകത്തുനിന്ന് 4 പോയി കഴിഞ്ഞാൽ -2 ആണ് കിട്ടുന്നത്. നമുക്ക് വേറൊരു നമ്പർ കൊടുത്ത് നോക്കാം. ഇനി ഡിഫറൻസ് നോക്കുമ്പം 6, 9-ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 6 ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം 9 3s are 27. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പം 9 / 3 എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം